തിഥികളെക്കുറിച്ച് നേരത്തെയും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. ഇന്ന് പറയുന്നത് തൃതീയ തിഥിയെക്കുറിച്ചും ചതുർത്ഥി തിഥിയെക്കുറിച്ചുമാണ്. തൃതീയ തിഥിയെ നിയന്ത്രിക്കുന്നത് ഗൗരി ദേവിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ തിഥിയിൽ ജനിച്ചവർ ഗൗരി ദേവിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളണേ. പിന്നെ ഭഗവാന്റെ തിരുജടയിലുള്ള ചന്ദ്രക്കലയും തൃതീയ ചന്ദ്രനാണെന്നാണ് പറയാറുള്ളത്. പിന്നെ ഇതിന് ജയതിഥി എന്നാണ് പറയുന്നത്. ജയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വിജയം. അതുകൊണ്ട് ഈ തിഥിയിൽ ജനിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് വിജയം വരിക്കാനൊക്കെ സാധിക്കുമെന്നാണ് പറയാറ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിജയം വരേണ്ടത് തുടങ്ങുന്നത് ഈ തിഥിയിലാണെങ്കിൽ വിജയം വരിക്കാൻ പറ്റുമെന്നാണ് പറയാറ്. പ്രതിരോധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിനും, പിന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിനും, ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനുമൊക്കെ ഈ തിഥി വളരെ നല്ലതാണെന്ന് പറയുന്നു. ഈ തിഥി ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ അതിന് മൃത്യുയോഗ എന്ന് പറയും. അപ്പോൾ അത് ശുക്ലവർഷമായാലും കൃഷ്ണവർഷമായാലും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. അത്ര നല്ല സമയമല്ല. പക്ഷേ ഇത് ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ സിദ്ധയോഗ എന്ന് പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വളരെയധികം നല്ലതാണ്. ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ മൃത്യുയോഗ അല്ലെങ്കിൽ ദത്തയോഗ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കൊന്നും ആ ദിവസം നല്ലതല്ലെന്ന് പറഞ്ഞില്ല. ഈ തിഥിയിൽ ജനിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പറയാറുണ്ട്. ഒത്തിരി ഒന്നും നല്ലതല്ല ഈ ജയതിഥി എന്നൊക്കെ പറയുന്നെങ്കിൽ ഇവർക്ക് വിജയം വരിക്കാമെങ്കിൽ ഇവർക്ക് ഹാർഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലെത്തപ്പെടാൻ പ്രയാസമാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരോട് അസൂയൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇവർ ഭയങ്കര മടിയന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന് വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ആദ്യം വിജയം വരിക്കുമെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്താൽ മറ്റുള്ളവരെക്കാൾ കുറച്ച് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഇവർക്ക് വിജയം വരിക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. കൃഷ്ണപക്ഷത്തിലെ തിഥിയാണെങ്കിൽ അത് ഉപനയനം നടത്തുന്നതിനും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ആഹാരം കൊടുക്കുന്നതിനും ദേവപ്രതിഷ്ഠകളൊക്കെ ചെയ്യത്തില്ലേ അതിനും പിന്നെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുമൊക്കെ നല്ലതാണ്. പിന്നെ ഹെയർ കട്ടിങ്ങിനും നെയിൽ കട്ടിങ്ങിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പിന്നെ പെയിൻറ്റിങ്, കലാപരമായുള്ള പ്രവർത്തനങ്ങളില്ലേ അതൊക്കെ തുടങ്ങുന്നതിനുമൊക്കെ നല്ലതാണ്. പക്ഷേ ശ്രവണ കൃഷ്ണ തിഥിയില്ലേ അതത്ര നല്ലതല്ല. അത് മാസശൂന്യമായതുകൊണ്ട് തന്നെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ലതല്ല. ചിങ്ങവും മകരവും രാശികളായിട്ട് ലഗ്നം വരികയും അത് തൃതീയയിൽ വരികയും ചെയ്താൽ അതും തിഥിശൂന്യമായിട്ടാണ് പറയുന്നത്. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഇതും കൃഷ്ണ തൃതീയയിൽ വരികയാണെങ്കിൽ തിഥിശൂന്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതും അത്ര നല്ലതല്ല. ഒരു നല്ല കാര്യങ്ങളും അപ്പോൾ നമ്മൾ തുടങ്ങരുത്. ഈ തിഥിയിൽ ജനിച്ചവർ ചഞ്ചല ചിത്തരായിരിക്കുമേ. അവർക്കൊരു പ്രത്യേക അഭിപ്രായമൊന്നും കാണുകയില്ല. പക്ഷെ ആരെങ്കിലും ഇവരെ ഇങ്ങനെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിജയം വരിക്കാൻ കഴിയുകയും ചെയ്യും. ഇവർ കുടുംബത്തിൽ നിന്നും ദൂരെ ഒന്നും പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ ഇവർക്ക് അത്ര ഇഷ്ടമായിരിക്കില്ല. കൂടുതൽ പേർക്കും തന്നെ പറയുന്നത് കുടുംബസ്നേഹികളായിരിക്കും കൂടുതൽ പേരും. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷയ തൃതീയയായിട്ടല്ലേ ആഘോഷിക്കുന്നത്. അത് വലിയൊരു ആഘോഷമാണ്. പിന്നെ വരാഹ ജയന്തിയുണ്ട്, അതും തൃതീയയിലാണ്. പിന്നെ പരശുരാമ ജയന്തിയും തൃതീയയിലാണ്. എന്ന് പറഞ്ഞാൽ മൂന്നല്ലേ, അതായത് ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആകാശ തത്വം ആണ് ഇതിനുള്ളത്. പിന്നെ ചന്ദ്രക്കലയൊക്കെ ഈ ദിവസം, അതായത് ഭഗവാന്റെ തിരുജടയിലുള്ള ചന്ദ്രക്കല തൃതീയാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഈ ദിവസം കാണുന്നത് വളരെയധികം നല്ലതാണ്. ഈ തിഥിയിൽ ജനിച്ചവരുടെ ചർമ്മത്തിനൊരു ചുവപ്പ് രാശി കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഈ തിഥിയുടെ അധിപനായ ഗ്രഹവും കുജനാണ്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും, നല്ല ധൈര്യമുള്ളവരായിരിക്കും, എന്ത് നേരെ പറയുന്നവരായിരിക്കും, കൂടുതൽ പേരും സത്യസന്ധവരായിരിക്കും, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു പ്രത്യേക കഴിവ് കാണും. ഈ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യാൻ അവർക്ക് വളരെയും താല്പര്യമായിരിക്കും, ഭയമേ കാണുകയില്ല. പിന്നെ ദേശസ്നേഹികളായിരിക്കും, കുടുംബസ്നേഹികളായിരിക്കും, മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിച്ചു കൊടുക്കുന്നവരും ആയിരിക്കും. പക്ഷേ ഭയങ്കര മടിയന്മാരായിരിക്കും. ശത്രു ജയം അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർക്ക് ധനപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പേർക്കും തലക്കനം ഇച്ചിരി കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ അവരുടെ മറ്റുള്ളവരെങ്ങനെ കാണും അവർ ആ ചിന്തയൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കും.
ചൈത്ര മാസത്തിലെ ശുക്ല തൃതീയ എന്ന് പറയുന്നത് സ്വയംഭുവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൻപതി തിഥി എന്നാണ് പറയുന്നത്. വളരെ നല്ല ഒരു തിഥിയാണിത്. എല്ലാ പുണ്യകർമ്മങ്ങൾക്കും വളരെ നല്ലതാണിത്. പക്ഷേ വിദ്യാരംഭത്തിനും കല്യാണത്തിനും വീട് കയറി താമസിക്കുന്നതിനും യാത്ര പോകുന്നതിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. നിത്യകന്യയാണ് ഈ തിഥിയുടെ നിത്യദേവി. പലർക്കും വിദേശവാസവും പറയുന്നുണ്ട് ഈ തിഥിയിൽ ജനിച്ചവർക്ക്. ഭാദ്രപദ മാസത്തിലെ തൃതീയ തിഥിയിൽ ജനിച്ചവർക്ക് തൃതീയ ശ്രാദ്ധ എന്ന കർമ്മം ചെയ്യാറുണ്ട്. മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും നല്ലതാണ്. പലർക്കും അവർ ജനിച്ച തിഥി അറിയത്തില്ല, പിന്നെ വലിയ ഇൻട്രസ്റ്റും കാണുന്നില്ല. അതുകൊണ്ടാണ് എളുപ്പം പറഞ്ഞു പോകുന്നത്. 4ാമത്തെ തിഥി എന്ന് പറയുന്നത് ചതുർത്ഥി അല്ലെങ്കിൽ ചവിതിയാണ്. ഗണേശൻ ജനിച്ച ദിവസമാണ് ഇതെന്നാണ് പറയുന്നത്, ഗണേശ ഭഗവാന്. ഈ തിഥിയിൽ ജനിച്ചവർ ലോണൊക്കെ എടുക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നവരായിരിക്കും, വളരെ ധൈര്യമുള്ളവരായിരിക്കും, യുദ്ധത്തിലൊക്കെ വളരെയധികം പ്രാഗൽഭ്യം കാണിക്കുന്നവരായിരിക്കും. അതായത് നമ്മൾ പ്രതിരോധ മേഖലയിലൊക്കെ ഇങ്ങനെ പോലീസ് പട്ടാളം അങ്ങനെയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല പ്രാഗൽഭ്യം കാണിക്കുന്നവരായിരിക്കും. ഇവർ കുറച്ച് ചിലവാക്കി പഠിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഇവർ നല്ല ദയുള്ളവരായിരിക്കും. ഇവർക്ക് ഈ ചൂതാട്ടം, പന്തയം, വെപ്പ് ഇതിലൊക്കെ വളരെയധികം താല്പര്യം കാണും. അതുപോലെ എപ്പോഴും തർക്കിക്കുന്നവരായിരിക്കും, എന്ത് കാര്യത്തിലും കയറി തർക്കിക്കും. തിഥിയുടെ ദേവൻ യമധർമ്മനാണ്. അത് രക്തതിഥി ആണ്. അതുകൊണ്ട് പല നല്ല കാര്യങ്ങൾക്കും ഈ തിഥി നല്ലതല്ല. ഒരു നല്ല കാര്യങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാറില്ല. ഈ തിഥിയിലാണ് ചന്ദ്രദർശനമൊക്കെ വരുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കേടാകാനുള്ള സാധ്യത, ഗ്ലാസ് പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇതിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത, പിന്നെ വഴക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഗണേശ ഭഗവാൻ ജനിച്ചത് ഈ തിഥിയിലാണ്. ചതുർത്ഥി തിഥി ഈ തീയുമായിട്ട് ബന്ധപ്പെട്ടത്, ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ തടസ്സങ്ങളില്ലേ, നമ്മുടെ തടസ്സങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് മാറ്റാനുള്ള കാര്യങ്ങളില്ലേ, അതെല്ലാം ചെയ്യുന്നതിന് നല്ലതാണ്. പിന്നെ ഇങ്ങനെ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, പോളിഷൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ വീടൊക്കെ, അതിനൊക്കെ വളരെ നല്ല തിഥിയാണ്. പേരുണ്ടയാണ് ഈ തിഥിയുടെ നിത്യദേവി. ഈ തിഥിയിൽ ജനിച്ചവർ കൂടുതൽ പേര് നല്ല ദയയൊക്കെ ഉള്ളവരായിരിക്കും, ചാരിറ്റിയൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ, വളരെയധികം നല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരായിരിക്കും. കുടുംബത്തിനോട് വളരെ ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കും. കൂട്ടുകാരെയൊക്കെ വളരെ കെയർ ചെയ്യുന്നവരായിരിക്കും ഇവർ. കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം വരുവാണെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും. വളരെ പ്രാക്ടിക്കലായിരിക്കും ഇവർ, വളരെ കടുംപിടുത്തക്കാരായിരിക്കും. അവർ പറയുന്നതാണ് ശരി, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുപോലെ ഇവർ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് വളരെ കൂടുതൽ സമയം വിനോദങ്ങളിൽ ഏർപ്പെടാനാണ് ഇവർക്ക് ഇഷ്ടം. എല്ലാവരെയും നേർവഴിക്ക് നടത്തുക, അല്ലെങ്കിൽ ഉപദേശിച്ച് നേരെയാക്കുക. പിന്നെ ഈ മെൻറ്റർമാരില്ലേ, അവരെ അങ്ങനെയൊക്കെയുള്ള കാര്യം ട്രെയിനിങ് ചെയ്യുന്നവരെ, പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ ഈ തിഥിയിൽ ജനിച്ചവരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് കാണും. അതുപോലെ ഭക്തി മാർഗമില്ലേ, ആ ഭക്തിയുടെ പാരമ്യത്തിലെത്താനും ഇവർക്ക് കഴിയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായ ഒരു സ്വഭാവവിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇവർ കാണുന്നത്. കൂടുതലും ബുദ്ധിയുള്ളവരും, പിന്നെ നല്ല ഈ വിശകലനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമായിരിക്കും. മറ്റുള്ളവരെക്കാൾ ചിന്താശക്തി കൂടുതലായിരിക്കും. പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യുന്നതിനുള്ള കഴിവും വളരെയധികം കൂടുതലായിരിക്കും. അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയിക്കും. അതുപോലെ നല്ല ലക്ഷ്യബോധമുള്ളവരായിരിക്കും. വിചാരങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ശാന്തരാകുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമുക്ക് ഇവരിൽ കാണാം. എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയും ഇവർക്ക് വളരെയധികം കാണും. പിന്നെ ഇവർക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ, ഈ ദഹന സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് നെർവസ് സിസ്റ്റം സംബന്ധമായ അസുഖങ്ങൾ. ഇവരുടെ വിവാഹ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സയൻസും ടെക്നോളജി, എഞ്ചിനീയറിങ് അങ്ങനെയൊക്കെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്ന ഇവർക്ക് നല്ലതാണ്. പിന്നെ ലീഡർഷിപ്പുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഭക്തിപരമായിട്ടും ഫിലോസഫിക്കലായിട്ടുമൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ വിജയിക്കും. ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം, ആഹാര കാര്യങ്ങളിലും. അതുപോലെ സ്ട്രെസ്സൊന്നും കൂടുതൽ വരാതെയും സൂക്ഷിക്കണം. ഗണേശനാണ് ഈ തിഥിയുടെ ദേവത. അതുപോലെ ഗ്രഹം ബുധനാണ്.
ത്തിലൊക്കെ വലിയ കഴിവുള്ളത് കൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട് അങ്ങനെയുള്ള മേഖലകളിൽ, പിന്നെ അധ്യാപനം, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ പൊളിറ്റിക്സ്, ഇതിലൊക്കെ വിജയിക്കാനുള്ള കഴിവുണ്ട്. കൂടുതൽ പേർക്ക് നല്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓം നമഃ ശിവായ.